അപ്പൊ ഇത് ഇൻസൈറ്റ് എന്ന വിപാസന ട്രെയിനിങ് സെഷനിന്റെ 3ാമത്തെ സെഷനാണ്. ഇന്നത്തെ സെഷനിലും നമ്മൾ നമ്മുടെ സ്ഥിരം രീതിയായിട്ടുള്ള ആദ്യം കുറച്ച് ഇതിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ പറയുക, പിന്നീട് ആക്ച്വൽ പ്രാക്ടീസിലേക്ക് പോവുക എന്ന ഒരു രീതിയാണ്. അപ്പൊ ആ ഇൻട്രഡക്ഷൻ പറയുന്ന സമയത്ത് മറ്റാരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവർക്കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാകുമ്പോൾ മിക്കവാറും എല്ലാവർക്കും ആ സമയം കൊണ്ട് എത്താൻ പറ്റും. നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് ഇൻസൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ടാഗ് ലൈനിന്റെ അകത്ത് ഫോർ എ പീസ്ഫുൾ മൈൻഡ് ആൻഡ് എ ഹാർമോണിയസ് സൊസൈറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പീസ്ഫുൾ മൈൻഡ് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. ഹാർമോണിയസ് സൊസൈറ്റി നമുക്ക് രണ്ടാമത്. പീസ്ഫുൾ മൈൻഡ് എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷൻ. അപ്പോ നമ്മൾ സാധാരണ പറയുന്ന പോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്ന പോലെ ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അവന്റെ ആവശ്യം എന്ന് പറയുന്നത് മനസ്സിന്റെ സമാധാനമാണ്. അവൻ ഈ ചെയ്യുന്നതെല്ലാം സന്തോഷത്തിനോ സമാധാനത്തിനോ വേണ്ടിയാണ്. സന്തോഷം പോലും അത് ഇല്ലാണ്ടാവുമ്പോൾ പിന്നെ സമാധാനക്കേടുണ്ടാവും. അപ്പൊ സന്തോഷം എപ്പോഴും നീണ്ടു നിൽക്കത്തില്ല. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്കിങ്ങനെ നിരന്തരമായിട്ട് സന്തോഷം നിൽക്കത്തില്ല. സന്തോഷത്തിന് ഒരു പരിധിയുണ്ട്. കുറച്ച് കഴിയുമ്പം അത് പോകും. പിന്നെ അടുത്ത സന്തോഷത്തിനുള്ള വക നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഈ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ പിന്നെ സമാധാനക്കേടുണ്ടാവും. അപ്പൊ സന്തോഷത്തെക്കാളും ഇമ്പോർട്ടന്റ് സമാധാനം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എടുത്താലും നമ്മുടെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. നമ്മൾ കരയുന്നതും വഴക്ക് പിടിക്കുന്നതും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് പറയുന്നതും നമ്മളത് കിട്ടുന്നതും വാങ്ങുന്നതും പഠിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും സ്ഥലങ്ങൾ കാണാൻ പോകുന്നതും എൻജോയ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഈ മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ജനനം തൊട്ട് മരണം വരെയുള്ള സർവ്വ കാര്യങ്ങളും മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു കാര്യം സമാധാനം. അത് എങ്ങനെയാണ് നേടേണ്ടത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്? അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ആദ്യം പഠിക്കണം. ഇല്ലാതാവുന്നത് എങ്ങനെയാണ് എന്ന് ആദ്യം പഠിക്കണം. നമ്മൾ സാധാരണഗതി ചെയ്യുന്ന എന്തൊക്കെയാണ്? നമ്മൾ കുറെ കാര്യങ്ങൾ, സന്തോഷം വരാനുള്ള കാര്യങ്ങൾ, സമാധാനമാകാനുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നമ്മൾ പോവുക ചെയ്യുന്നത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമുക്ക് സമാധാനക്കേടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ചില സമയത്ത് സന്തോഷം ഉണ്ടാവുന്ന കാര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ സന്തോഷിക്കും. ഇങ്ങനെ നമ്മൾ അങ്ങ് പോവാണ്. പക്ഷെ ആക്ച്വലി നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സിന്റെ അകത്ത് ഇത് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് പാറ്റേൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ സന്തോഷമുള്ളതും സമാധാനമുള്ളതും ദുഃഖമുള്ളതും ഒക്കെ നമ്മൾ അതനുസരിച്ച് നമ്മൾ മുങ്ങുകയും പൊങ്ങുകയും താഴുകയും പൊങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മനസ്സ് നമ്മളെ കൊണ്ട് വലിച്ചുകൊണ്ടാ പോകുന്നത്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനോ മനസ്സിനെ പഠിച്ചിട്ടില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന് ആദ്യം മനസ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചാൽ ഈ പുറത്ത് ഏതൊക്കെ കാര്യങ്ങൾ നടന്നാലും മനസ്സിന്റെ അകത്ത് ആ സമാധാനക്കേട് ഉണ്ടാവുന്ന ആ ഒരു സംഗതിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചത്. സമാധാനക്കേട് അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ ദുഃഖം അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് പഠിച്ചാൽ, മനസ്സിന്റെ പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ എന്തൊക്കെ മാറി വന്നാലും സാഹചര്യങ്ങൾ എന്തൊക്കെ മാറി വന്നു കഴിഞ്ഞാലും നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. അതറിയാത്തത് കൊണ്ടാണ് ആൾക്കാര് ഈ സന്തോഷത്തിന്റെ പുറകെയും അല്ലെങ്കിൽ കൂടുതൽ ആസക്തിയുടെ പുറകെയും അത്യാഗ്രഹത്തിന്റെ പുറകെയും ഒക്കെ നമ്മൾ ഈ പോകുന്നതും ബഹളങ്ങളാവുന്നതും പ്രശ്നങ്ങളാവുന്നതും സമൂഹം മോശമാവുന്നതും മനസ്സ് മോശമാവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ശരീരം ഒരു ഉപകരണമാണെന്ന് വിചാരിക്കുക. അതിന് ചിന്ത എന്ന് പറയുന്ന ഒരു കറണ്ട് കൊടുത്താൽ ആ ഉപകരണം ചൂടാകും എന്ന് വിചാരിക്കുക. ചിന്തയാണ് കൊടുക്കുന്ന സിഗ്നൽ അല്ലെങ്കിൽ കൊടുക്കുന്ന കറണ്ട്. ചിന്ത എന്ന് പറയുന്ന ഒരു കറണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് ചൂടാകുന്നു എന്ന് വിചാരിക്കുക.
അപ്പോ അത് ഫസ്റ്റ് റൗണ്ട് ആണ്. ചിന്ത കൊടുക്കുന്നു, ശരീരം ചൂടാവുന്നു. ഞാൻ ചൂടെന്ന് വെറുതെ പറയുന്നതാണ്, ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അത് ഒന്നാമത്തെ റൗണ്ടാണ്. ചിന്ത കൊടുത്തു, ശരീരം ചൂടായി. അപ്പൊ ഈ ശരീരം ചൂടാവുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള പ്രതികരണം എന്താണ് വരുന്നത്? അതൊരു അസ്വസ്ഥതയുടെ ചിന്തയാണ്. കാരണം ചൂടായി, ചൂടെന്ന് പറയുന്ന അസ്വസ്ഥതയുള്ള അല്ലെങ്കിൽ സുഖകരമല്ലാത്ത ഒരു ഫീലിംഗ്. അപ്പൊ നമ്മൾ അസ്വസ്ഥതയുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഇത് എനിക്ക് ഇഷ്ടമല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ രൂപപ്പെടും. അതെന്താണ് കൊടുക്കാൻ പോകുന്നത്? അഗെയിൻ പിന്നെയും നമ്മൾ ചൂടാണ് ശരീരത്തിന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അത് രണ്ടാം റൗണ്ട് തുടങ്ങി. അപ്പൊ ശരീരം ചൂടാവുന്നതിനോട് മനസ്സ് ഇഷ്ടമില്ലായ്മ കാണിച്ച് പ്രതികരിച്ചു. ആ പ്രതികരണം പിന്നെയും ശരീരത്തിന് ചൂട് കൊടുക്കും. കാര്യം ആ ചിന്ത എന്താണ്? അതും ഒരു സുഖമുള്ള ചിന്തയല്ലല്ലോ, ഇഷ്ടമില്ലായ്മയുടെ ചിന്തയാണ്. അതുകൊണ്ട് ശരീരം ചൂടാവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അതിനോട് ഇഷ്ടക്കേട് കാണിക്കും. അപ്പൊ പിന്നെ ശരീരം ചൂടാവും. ഇതിങ്ങനെ ലൂപ്പിൽ, ആ സെക്കൻഡ് റൗണ്ട് തൊട്ട് ഇങ്ങനെ ലൂപ്പിൽ ഇത് കളിക്കാൻ തുടങ്ങും. റിപ്പീറ്റ് ചെയ്ത് ശരീരം ചൂടാവും, മനസ്സും ചൂടാവും, ശരീരം ചൂടാവും, മനസ്സും ചൂടാവും. ഇതിങ്ങനെ കൂടിയാണ് നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോ നമുക്ക് ആ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആദ്യം നമ്മളൊന്ന് സിഗ്നൽ കൊടുത്തു, ശരീരം ഒന്ന് ചൂടായി, ഓക്കെ. നമ്മൾ ആ അതിനോട് ഇഷ്ടക്കേട് കാണിച്ച് നമ്മൾ രണ്ടാം ചിന്ത ചിന്തിക്കുമ്പോഴാണ് പിന്നെ ശരീരം ചൂടാവുന്നത്. കാരണം രണ്ടാമത് പിന്നെ നമ്മൾ അതിനെ ചൂടാക്കുക. അതിന് പകരം നമ്മൾ ആദ്യമേ ചൂടായി, അപ്പൊ നമ്മൾ അതിനോടൊന്ന് നമ്മൾ വേറൊന്നും ചെയ്യാതെ അതിനെ തണുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ, നമ്മൾ പിന്നെ ഒരു ചിന്തിക്കാതെ ആ ചൂട് വരുന്നു, ആ ചൂട് തനിയെ പോകട്ടെ എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ ഫീലിങ്ങുകളെ, അല്ലെങ്കിൽ ആ ശരീരത്തുണ്ടായ വൈബ്രേഷനെ, ശരീരത്തുണ്ടായ ആ സെൻസേഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, അത് തനിയെ തണുത്തോളും. അപ്പോ അങ്ങനെ നമ്മുടെ ശരീരം തണുക്കാൻ നമ്മൾ അനുവദിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സ് ഒരു ഇറിറ്റേഷന്റെ രണ്ടാം സിഗ്നലിലേക്ക് പോകത്തില്ല. കാര്യം ശരീരം അങ്ങ് തണുക്കുവാണ്. പിന്നെ എന്തിനോടാണ് പിന്നെ മനസ്സ് ഇറിറ്റേഷൻ കാണിക്കേണ്ട കാര്യമില്ല, കാരണം ശരീരം അങ്ങ് തണുക്കുവാണ്. തണുത്ത് കഴിയുമ്പോൾ പിന്നെ അതിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിന് ഇറിറ്റേഷൻ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല, രണ്ടാമത്തെ റൗണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഒന്ന് ശരീരം ഒന്ന് വൈബ്രേഷൻ വന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു ഫീലിംഗ് വന്നു, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് തണുക്കാൻ അനുവദിക്കണം. സാധാരണഗതി നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ അതിന് അങ്ങനെ അനുവദിക്കാറില്ല. നമ്മൾ അതിന് മുമ്പ് അടുത്ത ചിന്ത പിന്നെയും നമ്മൾ അതിനോട് ഇറിറ്റേഷൻ കാണിക്കുന്നു. അപ്പൊ പിന്നെ ശരീരം ചൂടാവുന്നു, അല്ലെങ്കിൽ വൈബ്രേഷൻ സെൻസേഷൻസ് കൂടുന്നു, ഫീലിങ്ങുകൾ കൂടുന്നു. ഇത് നമ്മുടെ ദുഃഖം വരുന്ന സമയത്തോ, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത വരുന്ന ഏതെങ്കിലും ഒരു കാര്യം അറിയുമ്പോഴോ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് പെട്ടെന്ന് പെടുത്തണം. നമ്മുടെ ശരീരത്ത് നമ്മളൊരു ഉദാഹരണത്തിന്, ഒരാൾ നമ്മളോട് ഇഷ്ടക്കേടുള്ള ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടക്കേടുള്ള ഒരു കാര്യം അറിഞ്ഞു. അത് നമ്മുടെ മനസ്സ് ആദ്യം തന്നെ ചിന്തിക്കുന്നു, ഇതെനിക്ക് ദുഃഖകരമാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ഹാനികരമാണ് എന്നറിഞ്ഞു. അത് അടുത്ത മൊമെന്റിൽ തന്നെ നമ്മുടെ ശരീരം അതിൻ്റെതായ ഒരു ഫീലിംഗ് കാണിക്കും, ഇഷ്ടക്കേടിന്റെ അല്ലെങ്കിൽ സുഖകരമല്ലാത്തൊരു ഫീലിംഗ് കാണിക്കും. ഇത് ഒന്നാം റൗണ്ടാണ്, നമ്മൾ ചൂടാക്കിയ ശരീരം. ആ സുഖകരമല്ലാത്ത ഫീലിംഗ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ അതിനോട് മനസ്സ് ഇഷ്ടക്കേട് കാണിക്കും. ഇഷ്ടക്കേട് കാണിക്കുമ്പം രണ്ടാമത് പിന്നെയും ശരീരം ചൂടാക്കും. അങ്ങനെ ശരീരം രണ്ടാമത് പിന്നെയും ചൂടാക്കുമ്പോൾ നമ്മൾ പിന്നെ അതിനോട് ഇഷ്ടക്കേട് കാണിക്കും. അപ്പൊ ഞാൻ ഈ ശരീരം ചൂടാക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പിന്നെ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് കൂടി വരുന്നു, നമ്മൾ വല്ലാതെ അസ്വസ്ഥതയിലെ കൂടുതലായിട്ട് അതിന്റെ റിപ്പീറ്റ് ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പല മടങ്ങായിട്ട് നമ്മൾ അതിനെ കൂട്ടുന്നു. അതിന് പകരം ആദ്യത്തെ സമയത്ത് തന്നെ ശരീരത്തിൽ ആ ഫീലിംഗ് വരുന്നു, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ മാഞ്ഞു പോകും. ഇത് പക്ഷെ പലർക്കും അറിയത്തില്ല. ആ മാഞ്ഞു പോകുന്നത് വരെ ആൾക്കാർ വെയിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യാതെ പിന്നെയും ഇതിനോട് റിയാക്ട് ചെയ്ത് അസ്വസ്ഥത കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പരിപാടിയാണ് നമുക്ക് നിർത്തേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് സെൻസേഷനെ നമുക്ക് വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അതിനെ തണുപ്പിക്കാൻ അനുവദിക്കണം.
അതിനുള്ളൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് സെൻസേഷൻ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ സെൻസേഷൻ വരുമ്പോ തന്നെ, ശരീരത്ത് ഫീലിങ്സ് വരുമ്പോ തന്നെ അതിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ തണുക്കാൻ അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അതിനോട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ പിന്നെ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് അവസാനം വല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടായി ബേജാറായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ ദൈവത്തെ വിളിക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരോ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ ഓടുപാടെ പാഞ്ഞു നടക്കുന്നു. അപ്പൊ ആ സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുന്ന 3 പരിഹാരങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ഉറങ്ങിത്തീരുമ്പോൾ ചിലപ്പോൾ ഈ ശരീരം ഒന്ന് കൂളാവും, പിറ്റേ ദിവസം ഒന്ന് ഫ്രഷ് ആവും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആൾക്കാർ ചില സമയത്തൊന്നും മദ്യം കഴിച്ച് ബോധം ഒന്ന് കളയാൻ വേണ്ടിയെങ്കിലും മദ്യമൊക്കെ എന്തെങ്കിലും കഴിച്ച് മയങ്ങി കിടന്നിട്ട് ചിന്തിക്കാതിരുന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് റെഡി ആവുമ്പോൾ ഒന്ന് ഫ്രഷ് ആവും. അപ്പം ശരീരത്തെ ആ സെൻസേഷൻസ് മാഞ്ഞു കഴിയും. അപ്പൊ മനസ്സ് തണുക്കും. അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ അറ്റൻഷൻ ഒന്ന് മാറ്റും. പാട്ട് കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കുക, എവിടെയെങ്കിലും പോവുക, നടക്കാൻ ഇറങ്ങുക, സിനിമ കാണുക, അല്ലെങ്കിൽ ആൾക്കാരോട് വർത്താനം പറയുക, ഇങ്ങനെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷക്കാരനെ പോയി കാണുക, അയാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മൾ ആശ്വസിച്ച് തിരിച്ചു വരിക, ഇങ്ങനെ പല കാര്യങ്ങൾ അറ്റൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ മനസ്സിനൊന്ന് തണുപ്പിക്കുന്നത്. അതായത് അറ്റൻഷൻ മാറ്റുമ്പം ആ ചിന്ത ഒന്ന് മാറുമ്പോൾ നമ്മൾ തണുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഹാബിറ്റ് മാറത്തില്ല. അതായത് ഒരു പ്രത്യേക ഫീലിംഗ് വരുമ്പോ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സിന്റെ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരു ഹാബിറ്റ് ഉണ്ട്. അത് ഈ അറ്റൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഹാബിറ്റ് പോകത്തില്ല. ആ ഹാബിറ്റ് അവിടെ തന്നെ കിടക്കും. നമുക്ക് വേണ്ടത് ആ ഹാബിറ്റ് തന്നെ മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത്, ആ സെൻസേഷൻ വരുന്നു, ആ ഫീലിംഗ് വരുമ്പോൾ അതിനെ തന്നെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ ഫീലിംഗ് തനിയെ മാഞ്ഞു പോകും. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ ശരീരം സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല. ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിന്റെ കോമ്പണൻസ്, ആറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ചാർജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ശരീരത്ത് വന്നാലും അത് നിലനിൽക്കാത്തത്. ഈ അറിവ് നമുക്ക് വേണം. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അത് നമ്മുടെ സെൻസേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുമ്പോൾ, സെൻസേഷനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ, ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ശരീരത്തിന്റെ ഈ ഒരു സ്വഭാവം, ഈ ഒരു ധമ്മ, അതായത് ഒരു 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 സെൻസേഷനും ഒരു ഫീലിങ്ങും ശരീരത്ത് വന്നാൽ അത് നീണ്ടു നിൽക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. നമ്മളായിട്ട് അതിനെ രണ്ടാമത് പിന്നെയും രണ്ടാം റൗണ്ട്, മൂന്നാം റൗണ്ട് ലൂപ്പിൽ ഇട്ട് നമ്മൾ അതിനെ ചൂടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് തനിയെ തണുക്കും. അങ്ങനെയാണ് ശരീരത്തിന്റെ രീതി. ഏത് സെൻസേഷൻ വന്നാലും നമ്മൾ ആദ്യം പോട്ടെ, ഒരു ചിന്ത കൊണ്ട് നമ്മൾ ശരീരത്തിന് ഒരു സെൻസേഷൻ കൊടുത്തു, ഒരു ഫീലിംഗ് കൊടുത്തു. പക്ഷെ പിന്നീട് അത് കൊടുക്കാതിരുന്നാൽ ശരീരം തണുത്തോളും. അപ്പം മനസ്സ് തണുത്തോളും. കാരണം മനസ്സിന് പിന്നെ പ്രതികരിക്കാനൊന്നുമില്ലല്ലോ, ഇറിറ്റേഷൻ കാണിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഈ മനസ്സിനകത്തെ ശീലങ്ങൾ നമ്മൾ മാറ്റേണ്ടത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്രാക്ടീസിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ഈ ശരീരത്തേക്ക് ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പല കാര്യങ്ങളിൽ മനസ്സ് ഓടി നടക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് പിൻവലിച്ച് ശരീരത്തേക്ക് ആദ്യം ശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന മനസ്സിനെ ഒന്ന് ഫോക്കസ് ആക്കി എല്ലാ തരം ചിന്തകളിൽ നിന്ന് ഒതുക്കി കഴിയുമ്പോൾ ശരീരത്തിലേക്കുള്ള ചിന്തകളിൽ, ശരീരത്തിലുള്ള ഫീലിങ്ങുകളിലേക്ക് അതിനെ കൂടുതലായിട്ട് ശ്രദ്ധിപ്പിച്ചു തുടങ്ങുമ്പോൾ ആ ഫീലിങ്ങുകളെ പറ്റിയുള്ള ആ ഒരു അതിനെ നമുക്ക് അറിയാനുള്ള, അല്ലെങ്കിൽ ഫീലിംഗ് എല്ലാം നമുക്ക് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അപ്പോ നമുക്ക് നമ്മുടെ ഈ കറക്ഷൻ നമുക്ക് അവിടെ നടത്താൻ പറ്റും. ഒരു ചിന്ത വരുന്നു, ആ ചിന്ത വരുമ്പോൾ ശരീരത്തിൽ ഒരു സെൻസേഷൻ വരുന്നു, ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അത് തനിയെ തണുക്കുന്നു, എൻ്റെ മനസ്സ് കൂളാകുന്നു. പണ്ടത്തെ ആ ഒരു രീതി, പണ്ടത്തെ ഹാബിറ്റ് ഞാൻ പിന്നെ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ എൻ്റെ ഹാബിറ്റുകളെ മാറ്റി കൊണ്ടുവരണം. അപ്പൊ കുറച്ച് നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫീലിങ്ങുകൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അത് കുറച്ചു നേരം വന്നു അതങ്ങ് പോകും എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി നമ്മുടെ കിട്ടും. കാരണം നമ്മൾ ഒന്നിനോടും പിന്നെ പ്രതികരിച്ച് മനസ്സിനെ പിന്നിട്ട് നമ്മൾ ചാടിക്കുന്നില്ല, റിയാക്ട് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ കൂളായിട്ടിരിക്കാനും ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന പൂജ വേണ്ട, വഴിപാട് വേണ്ട, ദൈവങ്ങൾ വേണ്ട, ഭക്തി വേണ്ട, അനാവശ്യമായിട്ടുള്ള കിടമത്സരങ്ങൾ വേണ്ട, അത്യാർത്തി വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് ആവശ്യമുള്ളത്. അതറിയാൻ മേലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതലായിട്ട് അത്യാഗ്രഹം കാണിക്കുന്നതും, ആൾക്കാരുടെ കയ്യിൽ നിന്നെല്ലാം കവർന്നെടുക്കുന്നതും, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും, പിന്നെയും വേണമെന്ന് ആഗ്രഹിക്കുന്നതും ഒക്കെ, മദ്യം കഴിക്കുന്നതും, മയക്കുമരുന്ന് കഴിക്കുന്നതും എല്ലാം.
വൺസ് നമ്മുടെ മനസ്സിന്റെ ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പറയുന്ന യൂസ്ലെസ് ആയിട്ടുള്ള, അതായത് ആ പ്രയോജനരഹിതമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ തന്നെ വേണ്ടാന്ന് വെക്കും. അപ്പൊ അവരവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നേടും. അതുപോലെ തന്നെ അവരവരുടെ വെളിച്ചമാവും, അവരവരുടെ തന്നെ ബുദ്ധനാവും. സ്വയം അവർക്ക് സന്തോഷമായിട്ട് മനസ്സിനകത്ത് ഇന്നർ പീസ്, അവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഫോർ എ പീസ്ഫുൾ മൈൻഡ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ ആ പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അത് പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വേറൊരാൾക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാര്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട്, പുകച്ചില്, നീറ്റല്, ഫീലിങ്സ് അത് വേറൊരാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് നിങ്ങൾ തന്നെത്താൻ അതിനെ മനസ്സിലാക്കി നിങ്ങൾ തന്നെത്താൻ അതിനെ തണുക്കാൻ അനുവദിക്കുന്ന കഴിവ് നിങ്ങൾ ഓരോരുത്തരും ആർജിക്കണം. നമുക്കതിന്റെ മെത്തേഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ബുദ്ധനും ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് മെത്തേഡ് പറഞ്ഞുതരാം, അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് ഒരു സന്തോഷവും എനിക്കൊന്നും തരാൻ പറ്റില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ആ ഫീലിങ്സ് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. അതിനെ തണുക്കാൻ അനുവദിക്കുകയും നിങ്ങളുടെ മനസ്സിനെ പിന്നീട് വിട്ട് ഇങ്ങനെ ചാടിക്കാതെ, റിയാക്ട് ചെയ്യിപ്പിക്കാതെ, ശരീരത്തെ പിന്നെയും ചൂടാക്കാതെ അതിനെ തണുപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിന് ആദ്യമേ വേണ്ടത് നമ്മുടെ ശരീരത്ത് വരുന്ന സെൻസേഷൻസിനെ അല്ലെങ്കിൽ ഫീലിങ്ങുകളെ അറിയാനുള്ള കഴിവ് ആർജിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പ്രജ്ഞ എന്ന് പറയുന്നത്, പ്രത്യക്ഷ ജ്ഞാനം. അതായത് ഓരോ മൊമെന്റിലും എന്താണ് എൻ്റെ ശരീരത്തിൽ നടക്കുന്നത് എന്നുള്ള ജ്ഞാനം, എന്നുള്ള അവയർനെസ്, എന്നുള്ള അറിവ്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പിന്നെ നമുക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷനെ നോക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, അത് തനിയെ പാസ് ഓൺ ചെയ്യുന്നു, മൈൻഡ് കൂളാവും. പഴയ ആ ഒരു തെറ്റായ രീതിയിൽ നമ്മൾ മനസ്സിനെ പിന്നീട് നമ്മൾ ഉപയോഗിക്കുകയില്ല, പ്രവർത്തിപ്പിക്കുകയില്ല. അപ്പൊ അതാണ് നമ്മുടെ ഇതിന്റെ ടെക്നിക്ക്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. പിന്നെ ഇതിന്റെ ഫിലോസഫിക്കലായിട്ടുള്ള വേറെ വശങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് ആ ടെക്നിക്ക് അതിനെ ഈ രീതിയിൽ മനസ്സിലാക്കുക. 1ാം റൗണ്ട് വരുമ്പോൾ തന്നെ ശരീരത്തിനെ അങ്ങ് കൂളാക്കിയേക്കും. പിന്നെ 2nd റൗണ്ടിലേക്ക് ഇതിനെ പോകാൻ അനുവദിച്ചേക്കരുത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് നേരെ പ്രാക്ടീസിലേക്ക് പോവാം. അപ്പോ എല്ലാവരും ആ മൈക്കൊക്കെ മ്യൂട്ടാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, കാരണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റർബ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ ചാരി കിടക്കുകയോ തലയണ വെച്ച് കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഉള്ളിലേക്ക് പോകാനും സെൻസേഷനെ വാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ്, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അത് നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് മാത്രമാണ് ഇച്ചിരി എഫേർട്ട് ഇടുക. അതിന് ഇച്ചിരി ഒരു പരിശീലനം ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതിന് പരിശ്രമം ആവശ്യമാണ്. കാര്യം നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ ശീലിപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ അത് നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്ററിൽ ഇരിക്കുക. ഷോൾഡറും ഒക്കെ റിലാക്സ് ആകുക. ബോഡി എല്ലാം പരമാവധി, ബോഡിയിലുള്ള എല്ലാ സ്ഥലങ്ങളും റിലാക്സ്ഡ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. 2-3 തവണ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നമ്മളൊന്ന് ഫുള്ളി റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിപ്പോൾ ബെല്ലടിക്കുമ്പോൾ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അല്ല സോറി, പ്രാക്ടീസ് തുടങ്ങാം. സാവധാനം എല്ലാവരും കണ്ണടയ്ക്കുക. ഞാൻ ബെല്ലടിക്കാൻ പോവുകയാണ്. എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശ്വാസം നമ്മുടെ ശരീരത്തുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ശരീരത്തിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊണ്ടുവരാനും പ്രസന്റിലേക്ക്, ചിന്തകളിൽ നിന്ന് വിടുവിച്ച് ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും ആടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ അവിടെ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ പ്രസന്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ശ്വാസത്തിന്റെ വിവിധ പ്രക്രിയകളെ പറ്റി അല്ലെങ്കിൽ അതിന്റെ വശങ്ങളെ പറ്റി
അതിൻ്റെ സ്വഭാവത്തെ പറ്റി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ശ്വാസത്തിൻ്റെ ഗതി, അത് ഉള്ളിലേക്ക് പോകുന്നത്, തിരിച്ചു വരുന്നത്, ഇടയ്ക്കിടയ്ക്കുള്ള ആ പോസ്, അകത്തോട്ട് പോകുന്നത്, പിന്നെ അതിന് ശേഷം ഒരു പോസ്, പിന്നെ ഉള്ളിലേക്ക്, പിന്നെ പുറത്തേക്ക് വരുന്നു, പിന്നെ ഒരു പോസ്, പിന്നെ അകത്തേക്ക് പോകുന്നു. അതാണ് ശ്വാസത്തിൻ്റെ പ്രക്രിയ. അത് ശ്രദ്ധിക്കുക. അതുപോലെ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും നമ്മുടെ മൂക്കിനുള്ളിൽ സ്പർശിച്ച് ആണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ ആ സ്പർശനം ശ്രദ്ധിക്കുക. മൂന്നാമത്, നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിന് അല്പം നേരിയ തണുപ്പുണ്ടാവും, പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് നേരിയൊരു ചൂടുണ്ടാവും. അതിൻ്റെ ആ ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. നാലാമത്, നമ്മുടെ ശ്വാസം അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും നേരിയൊരു ശബ്ദം നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, ശ്രദ്ധിച്ചാൽ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഈ കാര്യങ്ങളിൽ മാത്രമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്മുടെ മനസ്സ് എന്തെങ്കിലുമൊക്കെ ചിന്തകളിലേക്ക് പാളിപ്പോകുന്നുണ്ടാവാം. അവിടെ നിന്ന് തിരിച്ച് മനസ്സിനെ പിന്നീടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ചിന്തകളിലേക്കൊക്കെ മനസ്സ് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഫീലിങ്സ് മാറി വരുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുക. ഇടയ്ക്കെങ്ങാനും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നെഞ്ചിൻ്റെ അകത്തൊരു പടച്ചിലോ ശ്വാസോച്ഛ്വാസം കൂടുകയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസത്തിൽ ഫോക്കസ് കൂടുതലായി കിട്ടിത്തുടങ്ങുന്നവർക്ക് കൈവെള്ളയും കാൽവെള്ളയും ശരീരവും ഒക്കെ ഓരോരോ പ്രകമ്പനങ്ങൾ, ഓരോരോ വൈബ്രേഷൻസ്, തരിപ്പ് അല്ലെങ്കിൽ ചൂട്, തണുപ്പ്, എന്തെങ്കിലുമൊക്കെയുള്ള ഫീലിങ്സ് കൂടുതലായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. അതറിയാൻ പറ്റും. എല്ലാവർക്കും ഫീലിങ്സ് ശരീരത്തുണ്ട്, പക്ഷേ
നമുക്ക് അങ്ങോട്ടുള്ള ശ്രദ്ധ കൂടുമ്പോൾ മാത്രമേ അത് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ശ്വാസത്തിലുള്ള ശ്രദ്ധ തന്നെ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ശരീരത്തെ സെൻസേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. ആ മൂക്കെന്ന് പറയുന്ന ഹോൾ അവയവത്തിൻ്റെ സർഫസിൽ, അതിൻ്റെ ഉപരിതലത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരിപ്പോ ഫീലിങ്സോ എന്തെങ്കിലും സെൻസേഷൻസ്, ചൊറിച്ചിലോ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വീണ്ടും ശ്വാസത്തിൽ തന്നെ മനസ്സിനെ കൊണ്ടുവരിക. നമ്മുടെ നേരിയ ശ്വാസം ആ മൂക്കിലൂടെ വരുന്നത്, അത് മൂക്കിനെ തഴുകി മൂക്കിനെ സ്പർശിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നതൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ശ്വാസം വളരെ നേർത്ത മന്ദഗതിയിലാവാം, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് അതിൻ്റെ ഫീലിങ്, ശ്വാസം കയറിപ്പോവുക ഇറങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ ഉള്ള സ്പർശനം നിങ്ങൾക്ക് കിട്ടും. ഇനി പുറത്തേക്ക് വരുന്ന ശ്വാസം നമ്മുടെ മേൽ ചുണ്ടിൽ സ്പർശിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മേൽ ചുണ്ടിൽ, ചുണ്ടിൻ്റെയും മൂക്കിൻ്റെയും ഇടയ്ക്കുള്ള ആ ഭാഗത്ത്, മീശയുടെ ഭാഗത്ത്. ഇനി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ ഒരു സ്ഥലം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പെയിന്, ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു ഫീലിംഗ് ശരീരത്തെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവിടുത്തെ കോശങ്ങളും അവിടുത്തെ ആറ്റങ്ങളും ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് പെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ വരിക.
നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ കോശങ്ങളും പ്രകൃതി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുക. ശ്വാസത്തിന്റെ ചൂട്, ശ്വാസത്തിന്റെ തണുപ്പ്, ശ്വാസത്തിന്റെ ഗതി, ശ്വാസത്തിന്റെ ശബ്ദം, ശ്വാസത്തിന്റെ സ്പർശനം വീണ്ടും ശ്രദ്ധിക്കുക. ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് മാത്രം മനസ്സിലാക്കി തിരിച്ച് മനസ്സിനെ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇനി നമ്മുടെ കൈ വെള്ളകളൊന്ന് ശ്രദ്ധിക്കുക. 2 കൈയുടെയും വെള്ളകൾ, അതിലെ വിരലുകൾ, അവിടെ എന്തെങ്കിലും തരിപ്പോ വൈബ്രേഷനോ എന്തെങ്കിലും ഫീലിങ്സോ മരവിപ്പോ വേർക്കലോ ചൂടോ തണുപ്പോ തരിപ്പോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ട് നമ്മളെല്ലാ സെൻസേഷനും നമുക്ക് പോകെ പോകെ നമുക്ക് കിട്ടും. പക്ഷെ ഏറ്റവും ആദ്യം കിട്ടുന്നത് കൈവെള്ളകളിലും കാൽവെള്ളകളിലുമാണ്. അവിടുന്ന് നമുക്കത് തുടങ്ങി പിന്നീട് നമ്മുടെ ശരീരം മൊത്തത്തിൽ നമ്മൾ സെൻസേഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് തുടക്കം മാത്രമാണ്. ശരീരം നമ്മൾ അറിയാതെ എവിടെയെങ്കിലും ബലം പിടുത്തമുണ്ടോ നോക്കുക, റിലാക്സ് ആക്കി ഇടുക. കൈകളുടെ വിരലുകൾ ഓരോന്നും ശ്രദ്ധിക്കുക, അവിടെ എന്തെങ്കിലും തരിപ്പുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ചെറുവിരല്, മോതിരവിരല്, നടുവിരല്, ചൂണ്ടുവിരല്, തള്ളവിരല്, ഓരോന്നും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ കൈയുടെ വെള്ളം പൂർണ്ണമായിട്ടും 2 കൈയുടെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരിപ്പോ കാര്യങ്ങളോ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അനുഭവം കൊണ്ട് അറിയുക. ഇല്ലെങ്കിൽ തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ വരിക. കുറച്ചുകൂടെ അവിടെ ഫോക്കസ്, അവിടുത്തെ കോൺസെൻട്രേഷൻ കൂട്ടുക. നമ്മളിങ്ങനെ കാമായിട്ടിരിക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തൊരു പെട്ടെന്നൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഓരോ ചിന്തകൾക്കനുസരിച്ചും
അതിൻ്റെതായിട്ടുള്ള തീവ്രത അനുസരിച്ചുള്ള ഓരോരോ ഫീലിങ്ങുകൾ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ശ്രദ്ധ കാലിൻ്റെ വെള്ളകളിലേക്ക്, 2 കാൽവെള്ളകളിലേക്ക് ഒന്ന് തിരിക്കുക. അവിടെ എന്തെങ്കിലും തരിപ്പോ മരവിപ്പോ ചൂടോ തണുപ്പോ അതിൻ്റെ കാൽവെള്ളയിലോ കാലിൻ്റെ വിരലുകളിലോ ഒക്കെ എന്തെങ്കിലും തരിപ്പോ വൈബ്രേഷൻ ഉണ്ടോ എന്ന് നോക്കുക, ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലുമൊക്കെ ചിന്തകളിലേക്ക് മനസ്സ് പാളിപ്പോകാൻ സാധ്യതയുണ്ട്. തിരിച്ച് ശ്വാസത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് കാൽവിളകളിൽ തന്നെ ഒന്നുകൂടെ നിരീക്ഷിക്കുക. കാൽവിളകളിലെ ഓരോ വിരലുകളും കാൽവിളയും നോക്കിയതിന് ശേഷം തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുക. നിങ്ങളുടെ മേൽചുണ്ടിന് മുകളിൽ, മൂക്കിന് താഴെ, മീശയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ മീശയുടെ ആ ഭാഗത്ത് നിങ്ങളുടെ ഉച്ഛ്വാസവായു തട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നല്ല ഫോക്കസ് വരുമ്പോഴാണ് അത് കിട്ടുക. കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ശ്വാസത്തിൻ്റെ പ്രക്രിയകളിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക.
ശ്വാസത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 കൈവെള്ളകളും 2 കാൽവെള്ളകളും ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാലും കൂടി എന്തെങ്കിലും ഫീലിങ്സോ സെൻസേഷൻസോ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കൈവെള്ളയും കാൽവെള്ളയും ഒരു വൈബ്രേഷൻ, ഒരു തരിപ്പ് എന്തെങ്കിലും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത് ക്രമേണ നമ്മുടെ ശരീരം മൊത്തത്തിൽ നമുക്ക് ഇതുപോലുള്ള വൈബ്രേഷൻസ് ഒരേ സമയം തന്നെ നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. നിരന്തരം പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. മെഡിറ്റേഷൻ തീരുമ്പോൾ ബെല്ല് റിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതുവരെയും നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് മെഡിറ്റേഷൻ തൽക്കാലം അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണു തുറക്കുക, മുഖം തിരുമ്മി ഫ്രഷ് ആവുക. ഇനി ഒരു 4-5 മിനിറ്റ് ബാക്കിയുള്ളൂ. നമ്മൾ ആദ്യം കുറച്ച് ഇൻട്രഡക്ഷനിൽ കുറച്ച് സമയം കൂടുതൽ പറഞ്ഞു, അതുകൊണ്ട് ഒരു 4-5 മിനിറ്റേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈ കോള് അല്ലെങ്കിൽ ഈ ഒരു മീറ്റ് കഴിയും, അതിൻ്റെ സമയം കഴിയും. എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാം. വന്ന എല്ലാവർക്കും, ഇരുന്ന എല്ലാവർക്കും, കേട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് മാത്രമായിരിക്കും, മിക്കവാറും ടോക്ക് കുറച്ച് പ്രാക്ടീസ് മാത്രമായിരിക്കും. ചിലപ്പോൾ റെക്കോർഡിംഗ് ഉണ്ടാവത്തില്ല. പ്രാക്ടീസുകൾ മാത്രം നമ്മൾ നിരന്തരമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരിക, ഒരു മുന്നേറ്റമാക്കി ഇതിനെ മാറ്റണം.